ഡോക്ടർ മാർ അപ്രൈം മെത്രാപ്പൊലീത്തയ്ക്ക് സാംസ്കാരിക നഗരി യാത്രാമൊഴിയേകി. അവരടക്കം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. നഗരി അണിക്കൽ ചടങ്ങിന് നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു. CPI ജില്ലാ സമ്മേളനത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ചേലക്കരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണു. ഹോട്ടലുകളും കടകളും പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ ചടങ്ങ് ശനിയാഴ്ച തൃശൂരിൽ നടക്കും. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരം. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയിലെ മാലിന്യ പ്രശ്നം മന്ത്രി ബിന്ദുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെ കേസെടുത്ത് കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ചെന്ന പരാതിയിലാണ് കേസെടുത്തത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കാലം ചെയ്ത കൽതായ സഭ ശ്രേഷ്ഠ ഇടയൻ ഡോക്ടർ മാർ അപ്രൈമിന് സാംസ്കാരിക നഗരി വിടചൊല്ലി. ഖബറടക്ക ചടങ്ങിനെത്തിയത് പ്രമുഖരടക്കം ആയിരങ്ങൾ. മാർ അപ്രൈം മെത്രാപ്പൊലീത്തയുടെ ഖബറടക്കം തൃശൂർ മാർത്തുമറിയം വലിയ പള്ളിക്ക് സമീപത്തെ കുരുവിളയച്ചൻ പള്ളിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് നടന്നത്. മാർ ഔഗിൻ കുര്യാക്കോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷം പ്രധാന സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു. മാർ അപ്രൈമിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കൽ ശുശ്രൂഷയിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു. തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി ഹൈറോഡ് വഴി പള്ളിയിലെത്തി നഗരി കാണിക്കൽ ചടങ്ങ് സമാപിച്ചു. വൈദികരും വിശ്വാസികളും പൗരപ്രമുഖരും നഗരി കാണിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുത്തു. തുടർന്ന് പോലീസിന്റെ ഔദ്യോഗിക ബഹുമതി നൽകി. ആർച്ച് ബിഷപ്പ് മാർ ഔഗിൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ഖബറടക്ക ചടങ്ങുകൾ നടന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തുടങ്ങി സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ആത്മീയ രംഗത്തെ പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. വിശുദ്ധ മാർ അഭിമലിക് തിമോദയൂസ്, മാർ ഔദീഷോ, മാർ തോമാധർമോ, മാർ തിമോദയൂസ് രണ്ടാമൻ, ഡോക്ടർ പൗലോസ് മാർ പൗലോസ് എപ്പിസ്കോപ്പ എന്നീ സഭാപിതാക്കന്മാരുടെ സമീപമാണ് ഡോക്ടർ മാർ അപ്രൈമിന് അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. സഭയുടെ ചട്ടക്കൂട് ലംഘിക്കാതെ തന്നെ സാമീപ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും പുറം ലോകത്തെ എല്ലാവരിലേക്കും കടന്നുചെന്ന വ്യക്തിത്വമായിരുന്നു മാർ അപ്രൈം തിരുമേനിയെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. മാർത്തുമറിയം വലിയ പള്ളി അങ്കണത്തിൽ സംഘടിപ്പിച്ച അനുശോചന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിനു വേണ്ടി സ്വജീവിതം സമർപ്പിച്ച ആളായിരുന്നു മാർ അപ്രൈം തിരുമേനി. ഏത് വിഷയത്തിലും ആരെയും നുള്ളി നോവിക്കാതെ അവരുടെ അന്തസത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് പൊരുത്തപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അസാധാരണമാണ്. വൈരുദ്ധ്യത്തിലേക്ക് പോകുന്ന സമൂഹത്തെ എല്ലാ വൈവിധ്യങ്ങളെയും മാനിക്കാൻ തയ്യാറാകുന്ന കാഴ്ചപ്പാടിലെത്തിക്കാനുള്ള വഴികാട്ടിയാകാൻ അപ്രൈം തിരുമേനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. യഥാർത്ഥ ക്രിസ്ത്യൻ ജീവിതത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം സമർപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ അതിൻ്റെ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും പ്രവൃത്തിയിലൂടെ വിലയിരുത്തേണ്ടി വരുമ്പോൾ അത് നല്ലൊരു എഴുത്തുകാരനും വായനാശീലമുള്ള ആളുകളായിരുന്നു. എൻ്റെ പുസ്തകങ്ങളൊക്കെ അതിനെ വായിച്ചിട്ട അനുഭവങ്ങളിലൂടെ പറഞ്ഞു. പക്ഷെ അങ്ങനെ എല്ലാ മേഖലകളെ പറ്റി സമഗ്രമായി പഠിക്കാൻ ശ്രമിച്ചു. ഇവിടുത്തെ ഓരോ ചെറിയ പുൽക്കൊടിയിലും പാദസ്പർശം ഏൽപ്പിച്ചു നടന്ന അപ്രൈം തിരുമേനി എല്ലാവരോടും സ്നേഹവും സൗഹൃദവും പുലർത്തിയിരുന്നുവെന്ന്
മുഖ്യപ്രഭാഷണം നിർവഹിച്ച റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. ഓരോ ചെറിയ പൂവിനും പുഴുവിനും ഒരു കൊടിയൊക്കെ പാദസ്പർശം ഏൽപ്പിച്ച് ദീർഘകാലം നടന്ന വഴികളിലൂടെ സഞ്ചരിച്ച് നഗരത്തിൽ ശുശ്രൂഷ കൂടി കഴിഞ്ഞു. ഒരുപക്ഷെ തൃശ്ശൂരിന്റെ നഗര സമീപം പൂർവ്വകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം വലിയ യാത്രയെ ലഭ്യമായിരുന്നാണ് ഇതിനെ ഇന്നിവിടെ പറയുന്നത്. ദീർഘമായ വിദ്യാർത്ഥി കാലം മുതൽ ദീർഘമായ കാലത്തിൽ ആത്മബന്ധമുള്ള ഒരു കേന്ദ്രമാണ്. ബിഷപ്പ് പൗലോസ് മുതൽ വരെ ഈ ആലയത്തിനിടയിൽ എല്ലാവരുമായി അടുത്തടുപ്പവും സ്നേഹവും സൗഹൃദവും പുലർത്താൻ അവസരമുണ്ട്. സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ കാരണവരായിട്ടാണ് മാർ അപ്രേമിനെ പൊതുസമൂഹം കണ്ടിരുന്നതെന്ന് തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. സാംസ്കാരിക തലസ്ഥാനമായി തൃശ്ശൂരിൻ്റെ കാരണവരായിട്ടാണ് അപ്രീം തിരുമേനിയെ കഴിഞ്ഞ കുറേ നാളുകളായി നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും പൊതുസമ്മതനായ കാരണവർ. പൗരസ്ത്യ കൽദായ സുറിയാനി മെത്രാപ്പോലിത്ത മാർ ഔഗൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, യാക്കോബായ മെത്രാപ്പോലിത്ത കുര്യാക്കോസ് മാർ ക്ലിമ്മീസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാംസ്കാരിക നേതാക്കൾ, സഭാ സാമുദായിക പ്രതിനിധികൾ, ദേവസ്വം ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. 13 വരെ ടൗൺ ഹാളിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു. കുട്ടൻകുളം പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിലും പ്രകടനത്തിലും 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു. അയ്യങ്കാവ് മൈതാനത്ത് നടന്ന ചടങ്ങിൽ മുതിർന്ന CPI നേതാവ് K. ശ്രീകുമാർ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. CPI സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. KP രാജേന്ദ്രൻ, സത്യൻ മുഖേരി, CN ജയദേവൻ, N. രാജൻ, രാജാജി മാത്യു തോമസ്, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, P. ബാലചന്ദ്രൻ MLA, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം വെള്ളിയാഴ്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ 395 പ്രതിനിധികൾ പങ്കെടുക്കും. മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പുരോഗമന ചിന്താഗതിക്കാരെ അണിനിരത്തിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ രൂപീകരിക്കപ്പെട്ട ചേലക്കരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണു. ആളപായമില്ല. മിനി സിവിൽ സ്റ്റേഷന് മുൻവശത്ത് പ്രവർത്തിക്കുന്ന ബാലാജി ലഞ്ച് ഹൌസിന്റെ പിൻഭാഗമാണ് തകർന്നു വീണത്. ഹോട്ടലടക്കം നിരവധി കടകൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. 2 കെട്ടിടങ്ങളുടെയും പിൻഭാഗം പൂർണ്ണമായും നിലംപതിച്ചു. അപകട സമയത്ത് കടകൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. പഴയ കെട്ടിടത്തിന്റെ ഒരു വശം തകർന്നു വീഴുകയായിരുന്നു. ഇനിയൊരു ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ ചടങ്ങ് ശനിയാഴ്ച പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ നടക്കും. ശനിയാഴ്ച വൈകിട്ട് 4:40 ആരംഭിക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിക്കും. മന്ത്രി K. രാജൻ, MLA മാരായ P. ബാലചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, KK രാമചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ ജേതാക്കൾക്കുള്ള പുരസ്കാരം നൽകും. ചടങ്ങിൽ കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സലീലും കലാസാഹിത്യ സിനിമ വാണിജ്യ കായിക രംഗത്ത് പ്രമുഖരും പങ്കെടുക്കും. ഇതോടൊപ്പം കേരള വിഷൻ വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഒരുക്കിയ കേരള വിഷൻ സമ്മാനോത്സവ് 2025 വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്യും. കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ തൃശൂർ ജില്ലയിലെ വിതരണ ഉദ്ഘാടനമാണ് ശനിയാഴ്ച നടക്കുക. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ചടങ്ങിൽ പുരസ്കാരം നൽകുന്നത്. പുരസ്കാര വിതരണത്തിനു ശേഷം കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെടെയുള്ളവരുടെ വർണ്ണാഭമായ കലാസന്ധിയും അരങ്ങേറും. കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നതിന് കേരള വിഷൻ 14 ജില്ലകളിലും ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു.
എല്ലാ ജില്ലയിൽ നിന്നും 10 മേഖലകളിൽ മികവ് തെളിയിച്ച മൈക്രോ യൂണിറ്റുകളെ കണ്ടെത്തുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിന് അവാർഡ് നിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനായി പ്രത്യേക ജൂറിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതല പുരസ്കാര വിതരണ ചടങ്ങുകൾക്ക് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പങ്കാളിത്തത്തോടെ ഈ വർഷം അവസാനം ഗ്രാൻഡ് ഫിനാലെയും സംഘടിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ AG സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയലും പരിസര പ്രദേശങ്ങളും ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. മന്ത്രി R ബിന്ദു വിളിച്ചു ചേർത്ത യോഗത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം. കമ്പനികളിലെ രാസമാലിന്യങ്ങൾ മൂലം പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകുന്നുവെന്ന് വ്യാപക പരാതിയുയർന്നിരുന്നു. രാസമാലിന്യം തള്ളുന്ന കമ്പനികൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം നടത്തിവരുന്നുണ്ട്. സംഭവത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും മാലിന്യത്തിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത മന്ത്രി R ബിന്ദുവിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മന്ത്രി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി യോഗം വിളിച്ചിരുന്നു. തുടർന്നാണ് മണ്ണ് പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വ്യവസായ വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, സിഡ്കോ, ആരോഗ്യവകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. പ്രദേശവാസികളിൽ നിന്ന് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. മണ്ണ് പരിശോധിക്കാനായി അടുത്ത ദിവസം സാമ്പിളുകൾ ശേഖരിക്കുമെന്നും ഇവർ അറിയിച്ചു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെ കേസെടുത്ത് കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. 2023 ഏപ്രിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ചൊവ്വന്നൂരിൽ വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കിയതിനെ തുടർന്നാണ് സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ചത്. ഈ കേസിലാണ് കുന്നംകുളം സ്റ്റേഷനിലെ SI ആയിരുന്ന നുഹ്മാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർക്കെതിരെ കുന്നംകുളം കോടതി കേസെടുത്തത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും സുജിത്ത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് കുന്നംകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് L ജയന്ത് ഉത്തരവിട്ടത്. ഗുരുവായൂരിൽ ഹോട്ടൽ ആക്രമിച്ച കേസിൽ 5 പേരെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലുവായി സ്വദേശി വടാശ്ശേരി വീട്ടിൽ ലുട്ടു എന്ന് വിളിക്കുന്ന അനീഷ്, തിരുവങ്കടം പനങ്ങോടത്ത് പ്രസാദ്, ഇരിങ്ങപ്പുറം കുളങ്ങര സുരേഷ് ബാബു, മാവിൻചുവട് പുതുവീട്ടിൽ മുഹമ്മദ് നിസാർ, കാരക്കാട് കക്കാട്ട് രഘു എന്നിവരെയാണ് ടെമ്പിൾ SHO G അജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. പടിഞ്ഞാറനടയിലെ സൗവർണിക ഹോട്ടലിന് നേരെയാണ് ബുധനാഴ്ച ആക്രമണം നടന്നത്. ദേശീയ പണിമുടക്കിന് തുറന്ന് പ്രവർത്തിച്ച ഹോട്ടലിന് മുന്നിലെ ചില്ലുവാതിലും ക്യാഷ് കൗണ്ടറും അക്രമി സംഘം അടിച്ചു തകർക്കുകയായിരുന്നു. അറസ്റ്റിലായ 5 പേരും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഭാരവാഹികളാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. SI പ്രീത ബാബു, ASIമാരായ PA അഭിലാഷ്, K സാജൻ, AS വിനയൻ, CPOമാരായ BR ശ്രീനാഥ്, ഗഗേഷ്, CPOമാരായ S റമീസ്, TK ജോയ്, MR ഷിബു, SJ അനൂപ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം ഉപരോധിച്ച 5 BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര, പൂക്കോട് ഏരിയ ജനറൽ സെക്രട്ടറി നിതിൻ മരക്കാത്ത്, പ്രസന്നൻ വലിയപറമ്പിൽ, കാളിദാസൻ ഗുരുവായൂർ എന്നിവരെയാണ് ടെമ്പിൾ SI പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് മേൽപ്പാലത്തിൽ വിള്ളൽ വീണുവെന്നും നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ആരോപിച്ചായിരുന്നു ഉപരോധം. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. അറസ്റ്റിലായവർക്ക് പിന്നീട് ജാമ്യം നൽകിയെങ്കിലും ഇവർ സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു. ജാമ്യം നൽകിയെങ്കിലും ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്റ്റേഷനിൽ പിടിച്ചുവച്ചതിൽ പ്രതിഷേധിച്ചാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വിവരമറിഞ്ഞ BJP പ്രവർത്തകർ ടെമ്പിൾ സ്റ്റേഷന് മുൻപിൽ തടിച്ചുകൂടി. അരമണിക്കൂർ നീണ്ടുനിന്ന കുത്തിയിരിപ്പ് സമരത്തിനൊടുവിൽ ഫോണുകൾ തിരികെ ലഭിച്ചതോടെ പ്രവർത്തകർ പിരിഞ്ഞുപോയി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, അയ്യന്തോൾ ബ്ലോക്ക് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ, മുൻ മേയർമാരായ IP പോൾ, രാജൻ പല്ലൻ തുടങ്ങിയവർ സംസാരിച്ചു. പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പക്ഷെ അതിനനുബന്ധമായി അവിടെ ആ സർജറിക്ക് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം
ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചേലക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസുകാരന് പരിക്കേറ്റു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രവർത്തകരും പോലീസും തമ്മിൽ നടന്ന ബലപ്രയോഗത്തിനിടെയാണ് ചേലക്കര സ്റ്റേഷനിലെ CPO ഗിരീഷ് കുമാറിന് പരിക്കേറ്റത്. മാർച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പൊള്ളാച്ചിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ GUP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. മാവിൻചൂട് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി സാബിറിന്റെ മകൾ സിയ ഫാത്തിമയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ കൊക്കയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേറ്റു. സാബിർ, ഭാര്യ ബുഷ്റ, മകൻ മുഹമ്മദ് സയാൻ, സഹോദരൻ കബീർ, ബന്ധു ഷഹനാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാവിൻചൂടുള്ള ബേക്കറിയിലാണ് 2 വർഷമായി സാബിർ ജോലി ചെയ്യുന്നത്. വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് സ്കൂളിന് അവധി നൽകി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിനുള്ള 135 കോടിയുടെ RDSS പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും സംസ്ഥാനത്തെ ആദ്യ ഇന്റലിജന്റ് ഓർഗാനിക് ഡൈജസ്റ്റർ വിത്ത് സോളാർ എയർ ഹീറ്റിംഗ് പ്ലാന്റിന്റെ സമർപ്പണവും വെള്ളിയാഴ്ച നടക്കും. ഇതാദ്യമായാണ് കേന്ദ്രത്തിൽ നിന്ന് ഇത്ര വലിയൊരു പദ്ധതി കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിന് ലഭിക്കുന്നത്. ലാലൂരിൽ പുതിയ 110 kV സബ്സ്റ്റേഷൻ സ്ഥാപിച്ച് വോൾട്ടേജ് വ്യതിയാനം ക്രമീകരിക്കുക, പഴക്കം ചെന്ന വൈദ്യുതി കമ്പികൾ മാറ്റി സുരക്ഷിതമായ ABC കേബിൾ സ്ഥാപിക്കുക, ട്രാൻസ്ഫോർമറുകൾക്ക് വിതരണ ബോക്സുകൾ സ്ഥാപിക്കുക, വൈദ്യുതി വിഭാഗം പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിക്കുക, പഴക്കം ചെന്ന ട്രാൻസ്ഫോർമറുകൾ മാറ്റി സ്ഥാപിക്കുക, സ്വരാജ് റൗണ്ടിൽ UG കേബിൾ വഴി വൈദ്യുതി വിതരണം നടത്തുക തുടങ്ങിയ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. 135.37 കോടി രൂപയാണ് പദ്ധതി ചെലവ്. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. കുരിയച്ചിറയിൽ 3 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച OWC പ്ലാന്റിന്റെ സമർപ്പണവും നടക്കും. കെട്ടിടത്തിന്റെയും അനുബന്ധ സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം മന്ത്രി K രാജനും ജനറേറ്ററിന്റെ സ്വിച്ച് ഓൺ കർമ്മം MLA P ബാലചന്ദ്രനും നിർവഹിക്കും. തൃശൂർ പൂരത്തിന് ശുചീകരണ പ്രവർത്തനം നടത്തിയവർക്കുള്ള കോർപ്പറേഷന്റെ ആദരം 14-ാം തീയതി ഉച്ചയ്ക്ക് 2-ന് ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ നൽകും. വാർത്താസമ്മേളനത്തിൽ മേയർ MK വർഗീസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PK ഷാജൻ, വർഗീസ് കണ്ടംകുളത്തി എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് കാർമിക് സംഘിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന ധർണ BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവങ്കടം ഉദ്ഘാടനം ചെയ്തു. കാർമിക് സംഘ് വർക്കിംഗ് പ്രസിഡന്റ് MK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ N പ്രസാദ്, BMS സംസ്ഥാന സമിതി അംഗം AC കൃഷ്ണൻ, കാർമിക് സംഘ് ജനറൽ സെക്രട്ടറി രമേശൻ മാരാർ, NV പരമേശ്വരൻ നമ്പീശൻ, അനിയൻ മാരാർ എന്നിവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിൽ അടിയന്തരമായി ഹിതപരിശോധന നടത്തുക, ക്ഷേത്രം ജീവനക്കാർക്ക് കേരള സർവീസ് റൂളും ബോർഡിലെ മുഴുവൻ ജീവനക്കാർക്കും മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കുക, ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്.
സമ്പാളൂർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ആളുടെ മൃതദേഹം കണ്ടെത്തി. പുത്തഞ്ചിറ പണിക്കശ്ശേരി വീട്ടിൽ 53 വയസ്സുള്ള സുഗതനാണ് മരിച്ചത്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. ചാലക്കുടിയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി ഇല്ലാതായത് മാനസികമായി അലട്ടിയിരുന്നുവെന്നും സൂചനയുണ്ട്. മികച്ച കലാകാരനായ ഇയാൾ വിവിധ വിദ്യാലയങ്ങളിൽ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ ബൈക്കിലെത്തിയാണ് സമ്പാളൂർ പാലത്തിൽ നിന്ന് ചാടിയത്. മുല്ലശ്ശേരി കനാലിന്റെ ആഴം കൂട്ടൽ തുടങ്ങി. ഒരിടവേളയ്ക്ക് ശേഷമാണ് കനാലിന്റെ ആഴം കൂട്ടുന്നത്. കഴിഞ്ഞ വേനലിലെ കൃഷി സീസണിൽ തുടങ്ങിയ ആഴം കൂട്ടൽ വെള്ളം കലങ്ങുന്നതുമൂലം കർഷകരുടെയും കുടിവെള്ള പദ്ധതി നടത്തിപ്പുകാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. ഇപ്പോഴാണ് വീണ്ടും തുടങ്ങിയത്. RKI പദ്ധതിയിൽ 87 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. ചാത്തൻകോൾ മുതൽ ചെമ്മീൻചാൽ വലതുകര വരെ കഴിഞ്ഞ സീസണിൽ ആഴം കൂട്ടാത്ത പ്രദേശങ്ങളിലാണ് 3 യന്ത്രങ്ങൾ എത്തിച്ച് ആഴം കൂട്ടുന്നത്. പതിയാർ കുളങ്ങരയ്ക്ക് സമീപം മുല്ലശ്ശേരി കനാൽ ആഴം കൂട്ടിയത് മൂലം കാര്യമായ വെള്ളക്കെട്ട് ഇത്തവണ ഉണ്ടായില്ല. ആഴം കൂട്ടുന്നതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതൽ സുഗമമാകുമെന്നാണ് പ്രതീക്ഷ. വേനലിൽ കൃഷിക്കായി ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടാൽ പെട്ടെന്ന് പാടശേഖരങ്ങളിൽ എത്താനും ആഴം കൂട്ടൽ സഹായകരമാകും. KLDCയുടെ നേതൃത്വത്തിലാണ് ആഴം കൂട്ടൽ നടത്തുന്നത്. TCV പാവറട്ടി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. ശിവേലിക്ക് ശേഷം മേൽശാന്തി KM അച്യുതൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. മുംബൈ ചെമ്പൂർ ശങ്കരാചാര്യ ട്രസ്റ്റ് ഭാരവാഹികളാണ് ആനയെ നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു. ദേവസ്വം കൊമ്പൻ ജൂനിയർ വിഷ്ണുവിനെയാണ് ചടങ്ങിന് നിയോഗിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വര നമ്പൂതിരിപ്പാട്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. അകമല ഭവൻസ് സ്കൂളിന് സമീപം റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒഡീഷ സ്വദേശിയായ 23 വയസ്സുള്ള ജഗന്നാഥ് ബെഹ്റയാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കേരളത്തിലെ ആരോഗ്യരംഗത്ത് കണ്ണുവച്ചിരിക്കുന്ന വൻകിട കോർപ്പറേറ്റുകൾക്കായി ദല്ലാൽ പണി നടത്തുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൾ വഹാബ് പറഞ്ഞു. തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFന്റെ നയനിലപാടുകളോട് നാഷണൽ ലീഗിന് യോജിപ്പില്ല. LDFുമായി നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. LDFിൽ അംഗമാകുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും AP അബ്ദുൾ വഹാബ് പറഞ്ഞു. നാഷണൽ ലീഗ് ജനറൽ സെക്രട്ടറി നാസർ കോയ തങ്ങൾ, ട്രഷറർ ബഷീർ വടേരി, ഓർഗനൈസിംഗ് സെക്രട്ടറി NK അബ്ദുൾ അസീസ്, സംസ്ഥാന സെക്രട്ടറി ജെയിംസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുൻകാല ട്രേഡ് യൂണിയൻ നേതാവും ദീർഘകാലം INTUC ജില്ലാ വൈസ് പ്രസിഡന്റുമായിരുന്ന P രാമൻ മേനോന്റെ 3ാം ചരമവാർഷിക ദിനം ആചരിച്ചു. INTUC ഓഫീസിൽ നടന്ന ചരമവാർഷിക ദിനാചരണം INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ ആവോക്കാരൻ അധ്യക്ഷത വഹിച്ചു. VA ഷംസുദ്ദീൻ, AT ജോസ്, സോമൻ മുത്രത്തിക്കര, KK പ്രകാശൻ, MR രവീന്ദ്രൻ, K നളിനാക്ഷൻ, KB സത്യൻ, ഷീല ഹരിദാസ്, CJ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ആമ്പലൂരിൽ ബാറിൽ വെച്ച് ഓട്ടോറിക്ഷ പുറകിലേക്ക് എടുക്കുന്നത് കണ്ട് ചിരിച്ചതിലുള്ള ദേഷ്യത്തിൽ യുവാക്കളെ ആക്രമിച്ച് 2 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കല്ലൂർ കോട്ടായി സ്വദേശി ചിങ്ങിനിക്കാടൻ വീട്ടിൽ ഡെന്നീസ്, കല്ലൂർ പാലയ്ക്കപ്പറമ്പ് സ്വദേശി കോന്നത്ത് പറമ്പിൽ വീട്ടിൽ രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ആമ്പല്ലൂർ വട്ടനാത്ര സ്വദേശി കിഴക്കൂട്ട് വീട്ടിൽ അഭിരാം, കല്ലൂർ സ്വദേശി മണപ്പെട്ടി വീട്ടിൽ നിധിൻ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പുതുക്കാട് ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, SI N പ്രദീപ്, സീനിയർ CPOമാരായ ഷമീർ, ഫൈസൽ, CPO കിഷോർ എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. വരന്തരപ്പള്ളിയിൽ അച്ഛനെ ആക്രമിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. വരന്തരപ്പള്ളി അമ്മുക്കുളം സ്വദേശി കറമ്പൻ വീട്ടിൽ ബിജുവിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ പിതാവ് അന്തോണി വീട്ടിൽ നിന്നും പോകാത്തതിന്റെ ദേഷ്യത്തിൽ ആക്രമിച്ചുവെന്നാണ് കേസ്. കഴിഞ്ഞ മാസം 13-ാം തീയതിയായിരുന്നു സംഭവം. 2005-ൽ വരന്തരപ്പള്ളിയിൽ വീട് കയറി ആക്രമിച്ച കേസിലെ പ്രതിയാണ് ബിജു. വരന്തരപ്പള്ളി SHO KN മനോജ്, SI അലി, സീനിയർ CPO സജീവ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 58ഓളം ക്രിമിനൽ കേസിലെ പ്രതിയായ കായ്ക്കുരു രാഗേഷിനെ അന്തിക്കാട് പോലീസ് കാപ്പ ചുമത്തി ജയിലിലടച്ചു. പെരിങ്ങോട്ടുകര സ്വദേശിയും അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമായ കായ്ക്കുരു രാഗേഷിനെ 2 വർഷം മുൻപ് 6 മാസക്കാലത്തേക്ക് കാപ്പ ചുമത്തി ജയിലിലാക്കിയിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വീണ്ടും വധശ്രമ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ വീണ്ടും കാപ്പ ചുമത്തി ജയിലിലാക്കിയത്.
പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നുകൊണ്ട സംഭവത്തിൽ അടിയന്തരമായി ചർച്ച അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. UDF പാർലമെന്ററി പാർട്ടി നേതാവ് പോൾസൺ തെക്കുംപിടികയുടെ നേതൃത്വത്തിലാണ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണത്തിൽ വൻ അഴിമതിയാണെന്നാണ് കോൺഗ്രസ് ആരോപണം. വാർഡിന്റെ ഉൾഭാഗത്തെ നിർമ്മാണത്തിലെ വീഴ്ച മറയ്ക്കുവാനാണ് വാർഡിൽ സന്ദർശനത്തിനെത്തിയ പ്രതിപക്ഷാംഗങ്ങളെ പ്രവേശിക്കുന്നതിൽ നിന്നും തടഞ്ഞതെന്നും പിന്തുണയുമായി എത്തിയ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഡോക്ടർ മാർ അപ്രൈം മെത്രോപൊലിത്തയ്ക്ക് സാംസ്കാരിക നഗരി യാത്രാമൊഴിയേകി. ഗവർണറടക്കം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. നഗരി കാണിക്കൽ ചടങ്ങിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു. CPI ജില്ലാ സമ്മേളനത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ചേലക്കരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണു. ഹോട്ടലുകളും കടകളും പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ ചടങ്ങ് ശനിയാഴ്ച തൃശൂരിൽ നടക്കും. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരം. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയലിലെ മാലിന്യ പ്രശ്നം മന്ത്രി ബിന്ദുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെ കേസെടുത്ത് കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് കേസെടുത്തത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.